മാത്രം കൂടുന്ന ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഡൈജഷൻ പ്രശ്നത്തിലും വയറ് മാത്രം കൂടും. അത് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കണം. ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബ്രഹ്മി നമ്മൾ വായിലിട്ട് കഴിക്കുമ്പം അതിനൊരു കയ്പ്പാണ്. അതൊരു ചെറിയ നല്ല ടേസ്റ്റിലോട്ട് മാറും. അപ്പോൾ നിങ്ങൾ കയ്പ്പിലൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബോഡി എങ്ങനെയാണ് നമുക്ക് കറക്റ്റായ ഒരവസ്ഥയിൽ കൊണ്ടു നടക്കാമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഹെൽത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നട്ടുവെക്കുക. നമുക്ക് ഒരുപാട് ഉപകാരം ഉള്ളൊരു കാര്യമാണ്. താങ്ക് യു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രഹ്മി നടാം. നിഴലുണ്ടായിരിക്കണം എന്നുണ്ട്, വെയിലത്തും ഉണ്ടാകാം. പക്ഷെ നന്നായിട്ട് വെള്ളം എപ്പോഴും പാത്രത്തിൽ കിടക്കണം. നമ്മൾ ഒരുവിധം വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ മാറി വെച്ച് കൊടുക്കണം. കുറച്ച് നാൾ കഴിയുമ്പം അത് കേടായി പോകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് നല്ല വിലയ്ക്ക് വരെ വിൽക്കാവുന്ന സാധനമുണ്ട്. എവിടെ വേണേലും ഇത് നട്ടു വളർത്താം. ഒന്ന് ശ്രമിക്കുക. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ബ്രഹ്മി വെച്ചെങ്ങനെ ടെൻഷൻ മാറ്റാം, അതുമൂലം ഉണ്ടാകുന്ന സ്റ്റൊമക്ക് കൂടുന്നതും ബോഡി ടൈറ്റ് ആവുന്നതും മാറ്റാനായിട്ടുള്ള ഒരു ടിപ്സുകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്കറിയാം, ബ്രഹ്മി എന്ന് പറയുമ്പം ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. നിങ്ങളിതെല്ലാവരും മസ്റ്റായിട്ടും വീട്ടിലൊന്ന് നട്ടു വളർത്തുക. ബോഡിക്ക് ടെൻഷൻ കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമുക്കിപ്പോൾ രാവിലെ നമ്മൾ ഡ്രസ്സ് ഇട്ടു, അത് നോർമലാണ്. വൈകുന്നേരം ആകുമ്പം ഈ ഡ്രസ്സ് നമുക്ക് തിരിച്ചു വരാനായിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ പ്രശ്നം ബോഡിക്കുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് ഒരു തണ്ട് ബ്രഹ്മി കഴിക്കുക എന്നുള്ളത്. ടെൻഷനും ഉറക്കക്കുറവാണെങ്കിൽ വൈകിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ശേഷം കഴിഞ്ഞാണ് ഈ ബ്രഹ്മി കഴിക്കേണ്ടത്. കിടക്കാൻ നേരത്ത് പാലൊന്നും വേണ്ട. പിന്നെ നമുക്കല്ലാതെ ഇപ്പോൾ ബ്രഹ്മി നടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ വെള്ളം ഒഴിപ്പോകാത്തൊരു പാത്രം എടുക്കുക, അതിലോട്ട് കുറച്ച് മണ്ണിടുക. വെള്ളം എപ്പോഴും ഇങ്ങനെ കിടക്കണം. ഒരു തണ്ട് വെച്ച് കഴിയുമ്പം നിറയെ ഉണ്ടാവും. അപ്പം നമ്മൾ കഴിക്കാനായിട്ടുള്ളത് ഇങ്ങനെ ഒരു തണ്ട് എടുക്കുക. ഒരു തണ്ട് ഇത്രയും നമ്മൾ ദിവസം ഈ ഒരു തണ്ടാണ് നമ്മൾ ദിവസം കഴിക്കേണ്ടത്. ഇതെങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നും ഇപ്പോൾ രാത്രി ഉറക്കത്തിനുള്ള ഇഷ്യൂ ആണെന്ന് രാത്രി കിടക്കാൻ നേരത്തെ ഇത്ര ഒരു ബ്രഹ്മി എടുക്കുക. നമ്മൾ കടിച്ച് വെച്ച് കഴിക്കണം. കഴിച്ചിട്ട് ചൂട് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നു. ഇപ്പോൾ നമുക്ക് വണ്ണം കുറയാനുള്ളതാണ്, വയറ് ഒന്ന് ഒതുങ്ങി കിട്ടാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിരാവിലെ ഒന്നും കഴിക്കുന്നതിന് മുമ്പ് ഈ ബ്രഹ്മി ഇങ്ങനെ തന്നെ കഴിക്കണം. പിന്നെ നിങ്ങൾക്ക് തലമുടിക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും തലമുടി കറുപ്പില്ല എന്നുണ്ടെങ്കിലും ഈ ബ്രഹ്മി ഉണക്കി പൊടിച്ച് എണ്ണയിലിടുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രഹ്മി ഇടിച്ച് അതിൻ്റെ നീരെടുത്ത് എണ്ണയിൽ കാച്ചി തലയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ബ്രഹ്മി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മി കടിച്ച് വെച്ച് കഴിച്ചിട്ട് ചൂടുവെള്ളം കഴിച്ചിട്ട് കിടക്കാവുള്ളൂ. അപ്പം നമുക്ക് ഉറക്കക്കുറവ്, പിന്നെ ടെൻഷന്, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ മാറി നമ്മുടെ ബോഡി നല്ല സെറ്റാവും. അതുപോലെ തന്നെയാണ് വയറിൻ്റെ കേസിലും. നമുക്ക് ടെൻഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് വയറിന് ചീർപ്പ് കൂടും. ഫുഡ് കഴിച്ചാൽ ഡൈജഷൻ ഉണ്ടാവില്ല. അപ്പോൾ പൊതുവെ നമ്മൾ ഇപ്പോൾ രാവിലെ ഇടുന്ന ഡ്രസ്സൊക്കെ പ്രത്യേകിച്ച് പറയാം, ടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ആ ഡ്രസ്സ് ഊരിയെടുക്കാൻ മേലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ടെൻഷൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ബോഡിക്ക്. അതൊക്കെ പെട്ടെന്ന് ഹീലാകാനായിട്ട് ഒരു 2 ദിവസം ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ബോഡി നല്ല കൂളായിട്ട് ഈ ഡ്രസ്സൊക്കെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടെൻഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പം വെള്ളം കുടിക്കാനൊരു ഇഷ്ടം തോന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചേലും കുടിക്കുക.